40:12. കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിന്മേൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ അളക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്യുന്നവനാരെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് ചിന്തിക്കുക, കർത്താവിന്റെ വലിപ്പം. ആഴികളെ കൈക്കുമ്പിളിൽ അളക്കുന്നവൻ, ആമേൻ. ആകാശവിശാലത ചാണിന്മേൽ ഒതുക്കുന്നവൻ. ഓ സ്തോത്രം. അവൻ ആര്? ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 13-ാം തിരുവചനം. മലകളെ രൂപപ്പെടുത്തുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യന് തൻ്റെ ചിന്തകൾ വെളിപ്പെടുത്തുകയും ഭൂമിയുടെ ഉന്നതങ്ങളിൽ മേൽ സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ട്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം ഒന്ന് ചിന്തിക്കണം, നാം ആരാധിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. ഈ സർവശക്തനായ ദൈവം നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്റെ വലത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ. എന്നിട്ടും ദൈവം ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ട്. രോഗങ്ങളെ, രോഗാണുക്കളെ, കൊറോണ വൈറസ്, അതിനേക്കാളെല്ലാം ഉപരി നാം ഭയപ്പെടുന്നത് മരണത്തെ ആകാം ഒരുപക്ഷെ. 1 കൊരിന്തോസ് 15 തിരുവചനം 26 പറയുന്നു, അവസാന ശത്രുവായ മരണത്തെ പോലും അവിടുന്ന് നശിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലതും കാൽ കീഴിലാക്കിയ സർവശക്തന ദൈവം. വീണ്ടും 1 കൊരിന്തോസ് 15:55 പറയുന്നു, മരണമേ നിന്റെ ദംശനം എവിടെ? ഹല്ലേലൂയ. ഈ സർവാധിപനായ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നാം ഭയപ്പെടേണ്ടത് രോഗത്തെ അല്ല, മനുഷ്യരെ അല്ല, ഭയപ്പെടേണ്ടത് സകലത്തിന്റെയും നാഥനായ ദൈവത്തെ. ഹല്ലേലൂയ. അവിടുത്തെ മാത്രമേ നാം ഭയപ്പെടാവൂ. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു. ഹല്ലേലൂയ. നാം ഭയപ്പെടേണ്ടത് സർവാധിപനായ ദൈവത്തെ മാത്രം. നമുക്കിപ്പോൾ ഒത്തിരി മെഷീൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ഭവനത്തിൽ വെക്കാവുന്നത് ഷുഗർ നോക്കാൻ ചെറിയ മെഷീനുണ്ട്, നമ്മുടെ ഓക്സിജന്റെ അളവ് നോക്കാൻ മെഷീനുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ ദൈവത്തെയാണോ ഭയപ്പെടുന്നത്, അതോ മറ്റു വ്യക്തികളെയാണോ, രോഗത്തെയാണോ, മറ്റ് പ്രകൃതി ദുരന്തങ്ങളാണോ ഭയപ്പെടുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ ഒരു വചനമുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം തിരുവചനം. കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ ധീരത്വം പ്രകടിപ്പിക്കുകയില്ല, അവിടുന്നാണോ അവന്റെ പ്രത്യാശ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഞാൻ ആരെയാണ് ഭയപ്പെടുന്നത്? ഞാൻ എൻ്റെ കർത്താവിനെയാണോ ഭയപ്പെടുന്നത്? രോഗദുരിതങ്ങളാണോ ഭയപ്പെടുന്നത്? വരാനിരിക്കുന്ന മരണത്തെ? അത് സത്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ അധികമായി ഉത്കണ്ഠപ്പെടുകയാണോ? വിശുദ്ധരുടെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്, അവരാരും മരണത്തെ ഭയപ്പെട്ടവരല്ല. കാരണം മരണം നിത്യജീവിതത്തിലേക്കുള്ള ഒരു ജനനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനെല്ലാം ഒരു മറുമരുന്ന് പോലെ, ഒരു വാക്സിൻ എന്നതുപോലെ വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു, പരിശീലിപ്പിക്കുന്നു. ദൈവ ആരാധന. ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം എല്ലാ ഭയത്തിൽ നിന്നും നാം വിട്ടുമാറും. അതോടൊപ്പം ദൈവത്തെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ദൈവ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വരും നാളുകളിൽ എന്ത് സംഭവിക്കും, നാളെ എൻ്റെ ജീവിതം എന്താകും എന്നല്ല ചിന്തിക്കേണ്ടത്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വഴികളെ ഓർത്തുകൊണ്ട് നന്ദി പറയണം. ഇത്രത്തോളം നമ്മെ നടത്തിയ ദൈവത്തിന്റെ സ്നേഹം, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നും ഇത്രത്തോളം നമ്മെ നടത്തിയ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരു കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാളത്തെ ദിനത്തെ ഓർത്തല്ല, ഇന്നലെ വരെ, ഇപ്പോൾ വരെ ദൈവം നടത്തിയ നല്ല നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ഇരു കരങ്ങളെ ഓർത്തുകൊണ്ട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ സർവശക്തനായ ദൈവത്തെ എല്ലാം പറഞ്ഞുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനെ ആരാധന. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ. പരിപാലകനെ, ഗ്ലോറി, 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 ഗ്ലോറി. വഴി നടത്തുന്നവനെ, സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റപ്പെട്ട നിമിഷങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. ഓ യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഹല്ലേലൂയ.
ഒന്നുമില്ലായ്മയിൽ നിന്നും നമ്മെ പരിപാലിക്കുന്ന ആ സ്നേഹത്തെ കണ്ടുകൊണ്ട് ഭയപ്പെട്ടിരിക്കാതെ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആമേൻ, ആമേൻ. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഹല്ലേലൂയ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. സത്യമായും ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആമേൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ചേർന്ന് പാടി ആരാധിക്കാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. സ്തോത്രം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. പൂർണ്ണ മനസ്സോടെ ആരാധിക്കാം. ഹാഗറിനെ പോലെ വലഞ്ഞ നാളുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ദുഃഖദുരിതങ്ങളോർത്ത് ഭയപ്പെട്ട നാളുകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ചെറിയ ഭയങ്ങളുണ്ട്. എന്നാലും ദൈവമേ, അങ്ങേ ആരാധിക്കുമ്പോൾ എനിക്ക് ബലമുണ്ട്. അങ്ങേ ആരാധിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ബലം. ഹല്ലേലൂയ. സ്തോത്രം. ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോ, ഹാഗറിനെ പോലെ ഞാൻ കരഞ്ഞപ്പോൾ, യാക്കോബിനെ പോലെ ഞാൻ അലഞ്ഞപ്പോൾ, മരുഭൂമിയിൽ എനിക്കു ജീവജലം തന്നെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ആമേൻ. മരുഭൂമിയിൽ എനിക്ക് ജീവജലം തന്നെന്ന്. ഇത്രത്തോളം യഹോവ കരങ്ങൾ ഉയർത്തിരിച്ചു പാടി പ്രാർത്ഥിക്കാമോ? ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒരിക്കൽ കൂടി ഏറ്റുപാടാം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിലും ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒറ്റപ്പെട്ട് മുറിയിൽ കഴിഞ്ഞ നാളുകൾ അവിടെയും ദൈവം നമ്മെ പരിപാലിച്ചു. ഏകനായി നിന്ദ്യനായി പരദേശിയെ പോലെ ഞാൻ എൻ്റെ മുറിയിൽ ഒറ്റപ്പെട്ട് കിടന്നപ്പോൾ, ക്വാറന്റൈൻ ആയിരുന്നപ്പോൾ അവിടെയും പരിപാലിച്ച ദൈവത്തിന്റെ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. 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 ആമേൻ. ഏകനായി നിന്ദ്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോ, ഏകനായി നിന്ദ്യനായി പരദേശിയായി നാടും വീടും വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ, സ്വന്തം വീട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച നാഥനെന്നെ ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്വന്തം വീട്ടിൽ ചേർത്തുകൊള്ളാമെന്നുരച്ച നാഥനെ ഇത്രത്തോളം യഹോവ കരങ്ങൾ സഹായിച്ചു. ശക്തമായിട്ട് പാടുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. സ്തോത്രം. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. സ്തോത്രം. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. കണ്ണുനീരും ദുഃഖവും മാറുന്ന ദിനം. ഓ ഹല്ലേലൂയ. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കിയിരിക്കുന്ന, നമുക്ക് വേണ്ടി ഭവനം ഒരുക്കിയിരിക്കുന്ന സർവാധിപനായ ദൈവത്തെ കണ്ടുകൊണ്ട് കണ്ണുനീരും ദുഃഖവും എല്ലാം മാറ്റുന്ന ദിനങ്ങളായി അവിടുന്ന് വരും നാളുകളിൽ എന്റെ ജീവിതത്തെ ഒരുക്കുന്ന കർമ്മയ്ക്കായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ. ഹല്ലേലൂയ. 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 Glory, glory, glory. Hallelujah.
പൂർണ്ണമായി മാറിടും ദിനം വരും. ആമേൻ. കണ്ണുനീരും ദുഃഖവും നിരാശയും പൂർണ്ണമായി മാറിടും ദിനം വരും. അന്നു പാടും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധർ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. അന്നു പാടും ദൂതർ മധ്യേ ആർത്തുപാടും ശുദ്ധർ, ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഒന്നുമില്ലായ്മയിലും ഹല്ലേലൂയ ഹല്ലേലൂയ എന്നെ നടത്തിയ സ്നേഹമേ ഞങ്ങളെ ആരാധിക്കുന്നു. ഒന്നുമില്ലായ്മയിലും എന്നെ വഴി നടത്തുന്ന സ്നേഹമേ ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ഓ സ്നേഹമേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ 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 സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. എല്ലാം പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓശിയ അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അങ്ങയുടെ ശക്തി നിറയട്ടെ. അങ്ങയുടെ സൗഖ്യം നിറയട്ടെ. പരമപരിശുദ്ധനായവൻ വലിയ മഹത്വത്തോടെ സ്നേഹമുള്ളവരെ നമ്മൾ ആയിരിക്കുന്നിടങ്ങളിലേക്ക് ഈ ആരാധനയിൽ വെളിപ്പെട്ട് നിൽക്കുകയാണ്. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറന്ന് വിശ്വാസത്തിൻ്റെ കരങ്ങൾ നീട്ടി അവനെ സ്പർശിക്കാം. അവൻ്റെ പരിശുദ്ധി, അപരിമേയമായ ശക്തി ഇതാ നിൻ്റെ ആത്മാവിൽ, നിൻ്റെ മനസ്സിൽ, നിൻ്റെ ചിന്താതലങ്ങളിൽ, തളർന്ന ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും അവൻ ഇറങ്ങി വരികയാണ്. അവൻ പരമപരിശുദ്ധൻ. ഒന്ന് ശ്രദ്ധിച്ചോ, ഇതാ ദൈവം നിന്റെ കൂടെ. നിന്റെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നിൽക്കുന്നവൻ. മാലാഖമാർ അനവരതം പരമപരിശുദ്ധനെ ആരാധിക്കുന്നില്ലേ? ഈ ആരാധനയോട് ചേർന്ന് നിൽക്കുക. ഹൃദയം മാറ്റിവെക്കരുതേ. ഹൃദയം ചിന്തകളെല്ലാം ചേർത്ത് വെക്കണമേ. അവന്റെ പരിശുദ്ധി ഇതാ നമ്മുടെ രോഗഗ്രസ്തമായ ശരീരത്തിലേക്ക്, ഭയം നിറഞ്ഞ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇതാ അവന്റെ ശക്തി ഒഴുകുന്നു. നാം ഇവിടെ ആരാധിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള എല്ലാ വൻകരകളിലേക്ക്, ജനകോടികളിലേക്ക് കർത്താവ് തന്റെ വിടുതൽ അയക്കുകയാണ്, തന്റെ സൗഖ്യം അയക്കുകയാണ്, തളർന്നവരെ എഴുന്നേൽപ്പിക്കുന്നു. ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമ്മൾ ഇറങ്ങുന്നു. ആ പരമപരിശുദ്ധനെ ഒന്ന് ചേർന്ന് നമുക്ക് വീണ്ടും ആരാധിക്കാം, ജീവിതം സമർപ്പിച്ചുകൊണ്ട്. കരങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ ശക്തി നിറയുന്നുണ്ട്. പകർച്ചവ്യാധിയുടെ പിടിയിൽ നിന്ന് തന്റെ ജനത്തെ കർത്താവ് വിടുവിക്കുന്ന സമയം, അവൻ ഇറങ്ങി നടക്കുന്ന സമയം, ഓരോ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നത് സമയം.
സ്പർശിക്കുന്നു. വെന്റിലേറ്ററിലായിരിക്കുന്ന രോഗികളുടെ അടുക്കലേക്ക് യേശുവിത കടന്നു വരുന്നു. ഐസിയുവിലായിരിക്കുന്നവരെ കർത്താവ് സ്പർശിക്കുന്നു. വിശ്വസിക്കുക. നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ അവന്റെ സ്പർശന വിശ്വാസത്തിൽ സ്വീകരിക്കുക. ഇതാ നിന്റെ കണ്ണുനീർ അവിടെ ഒപ്പുന്നു. നിന്റെ കുടുംബത്തിന്റെ തകർച്ചകളിലേക്ക് അവിടെ ഇറങ്ങുന്നു. പരിത്യക്തിയായ നിന്നെ അവിടുന്ന് മാറോട് ചേർക്കുന്നു. യേശുവിലെ ഏറ്റവും പ്രിയമുള്ളവരെ, ഇത് അത്ഭുത മണിക്കൂറാണ്. മഹത്വത്തിന്റെ രാജാവ്, ഇസ്രായേലിന്റെ പരിശുദ്ധൻ, സ്തുതിയുടെ സിംഹാസനത്തിൽ ആരൂഢനാകുന്നവൻ, ദൈവജനം കണ്ണീരോടെ ആരാധിക്കുമ്പോൾ, നിലവിളിക്കുമ്പോൾ അവിടങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു. നിന്റെ കുടുംബം കോവിഡ് എന്ന മഹാദുരിതത്തിൽപ്പെട്ട് ഭാരപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലാണോ? നിന്റെ പ്രിയപ്പെട്ടവർ വേർപെട്ടതിൻ്റെ ഭാരം നിന്നെ തളർത്തുന്നുണ്ടോ? രോഗം വരുമോ എന്നുള്ള ചിന്ത നിന്നെ ആകുല ചിത്തനാക്കുന്നുണ്ടോ? എന്ന് ഈ പ്രതിസന്ധികൾ തീരുമെന്ന് നീ ഭാരപ്പെടുന്ന ഹൃദയത്തിൻ്റെ ഉടമയാണോ? പകർന്ന നഷ്ടപ്പെട്ട ജീവിത സാഹചര്യങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവനാണോ? എന്നാൽ ഓർക്കുക, എല്ലാം പുനരുദ്ധരിക്കാൻ കഴിയുന്നവൻ, സൗഖ്യം തരാൻ കഴിയുന്നവൻ, ഈ മാരകവ്യാധിയെ ശാസിക്കാൻ കഴിയുന്നവൻ ഇന്നും ജീവിക്കുകയാണ്. ആയിരിക്കുന്ന ഇടങ്ങളിൽ എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തട്ടെ. ചെറിയവരും വലിയവരും കരങ്ങൾ ഉയർത്തട്ടെ. ഇത് വിടുതലിന്റെ സമയമാണ്. ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. യേശുവിലെ ഏറ്റവും പ്രിയമുള്ളവരെ, ഒരു വാക്കുകൊണ്ട്, തൻ്റെ വചനം കൊണ്ട് പ്രപഞ്ചത്തെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ. അവന്റെ വചനം, അവന്റെ വാക്ക് നിന്റെ പ്രതികൂലങ്ങളിൽ ഔഷധമായി, സൗഖ്യത്തിന് നിദാനമായി പരിണമിക്കും. നീ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, അടങ്ങുക, ശാന്തമാവുക എന്ന തൻ്റെ വാക്കുകൊണ്ട്, വചനം കൊണ്ട് അലറുന്ന തിരമാലകളെയും വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനെയും ശാസിച്ചവൻ, നിശബ്ദനാക്കിയവൻ, ലോകമെമ്പാടും വീശിക്കൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയുടെ കൊടുങ്കാറ്റിനെ അവന്റെ വാക്കിനാൽ അവൻ ശാസിക്കാൻ പോവുകയാണ്. അവൻ അത് സാധിക്കും, അവൻ അത് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ കവർന്നഹോമിൽ രോഗബാധിതനായ ശതാധിപന്റെ ഭൃത്യനെ കുറിച്ച് ലൂക്കാസ് സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം പഠിക്കുകയാണ്. ഏതാനും ഭൃത്യന്മാരെ ശതാധിപൻ യേശുവിന്റെ അടുക്കലേക്ക് അയച്ചു. ശതാധിപന്റെ അടുക്കൽ നിന്ന് ഭൃത്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, യജമാനന്റെ ഭൃത്യനിത മരണത്തോട് അടുത്തിരിക്കുന്നു, ഒന്ന് വേഗം വരണമേ, അവനെ സൗഖ്യപ്പെടുത്തണമേ. യേശു അവരോട് കൂടെ യാത്രയായി. നീ വിളിക്കുമ്പോൾ, നീ ആവശ്യപ്പെടുമ്പോൾ നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുന്ന, ആരാധനയിൽ ഇറങ്ങി വരുന്ന ദൈവം ഇതാ വെളിപ്പെട്ട് നിൽക്കുന്നു. ഇതാ യേശു ശതാധിപന്റെ ഭവനത്തിലേക്ക് അടുക്കുമ്പോൾ ശതാധിപൻ മറ്റൊരു ഭൃത്യനെ പറഞ്ഞയച്ചു. അവൻ ഇപ്രകാരം പറയാൻ ഏൽപ്പിച്ചു, ഗുരു, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മതി, ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖമാക്കപ്പെടും. പ്രിയമുള്ളവരെ, തൻ്റെ ചുറ്റും നിന്ന ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു, യേശു പറഞ്ഞു, ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഇപ്രകാരമുള്ള ഒരു വിശ്വാസം
ദർശിക്കാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, അയക്കപ്പെട്ടവർ മടങ്ങി വരുമ്പോൾ മരണക്കിടക്കയിലായിരുന്നവൻ ആനന്ദ നൃത്തം ചവിട്ടുന്നവർ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ മരണത്തോട് മല്ലടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ ആരാധനയ്ക്കിടയിൽ ദൈവത്തിൻ്റെ വചനം കടന്നു വരും. അവനോട് നിങ്ങൾ നെഞ്ചുപൊട്ടി പറയുക, കർത്താവേ, ഒരു വാക്ക് മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്ന, മനുഷ്യരെ സൗഖ്യപ്പെടുത്തുന്ന, പ്രപഞ്ചഘടനയെ തന്നെ മാറ്റുന്ന യേശുവിന്റെ വാക്ക്. പ്രിയപ്പെട്ടവരെ, വചനം ഇപ്രകാരം പറയുന്നു. 107-ാം സങ്കീർത്തനം അതിന്റെ 19-20 വചനത്തിൽ നമ്മളെ ഒരു മനോഹരമായ വചനം കാണുകയാണ്. തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. തൻ്റെ വചനമയച്ച് അവിടുന്ന് അവരെ സൗഖ്യമാക്കി. തൻ്റെ വാക്ക്, തൻ്റെ വചനം ഇതാ ലോകമെമ്പാടും അവൻ ഈ ആരാധന വഴി അയക്കപ്പെടുകയാണ്. കൊറോണയുടെ മേൽ ആധിപത്യം പുലർത്തുന്ന, കൊറോണയിൽ നിന്ന് ജനത്തെ വിടുവിക്കുന്ന, എല്ലാ തകർച്ചും ജനത്തെ വിടുവിക്കുന്ന കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ഈ ആരാധനയോട് ചേർന്ന് പറയും, കർത്താവേ, ഒരു വാക്ക് മതി. കർത്താവേ, ഒരു വാക്ക് എനിക്ക് വേണ്ടി അയക്കണമേ, എന്നോട് കൽപ്പിക്കണമേ. ചേർന്ന് അവനെ ആരാധിക്കാം, ചേർന്ന് നിൽക്കാം. ഒരു വാക്കുമതി യേശുവേ, യേശുവേ, എനിക്കതു മതിയേ. യേശുവേ, ഒരു വാക്കുമതി, എനിക്കതു മതിയേ. സന്തോഷത്തോടെ യേശു നിനക്ക് വേണ്ട വചനമയക്കും. ഈ ദിനത്തിൽ, ഈ രാത്രിയിൽ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ രോഗാവസ്ഥകളിലേക്ക്, നിന്റെ തകർച്ചകളിലേക്ക് യേശു വചനമായവൻ കടന്നു വരികയാണ്. എന്റെ പൂരക്കകത്തു വരാ ഞാൻ പോരാത്തവനാണേ. യേശുവേ, കൂടം നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിൽപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതി. ഒരു വാക്കുമതി, എനിക്കതു മതി. എന്റെ പൂരക്കകത്തു വരാ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പൂരക്കകത്തു വരാ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ആനന്ദിച്ചേ. യെരമ്യാ 32:27 കർത്താവിന്റെ വചനം പറയുന്നു, അവിടുന്ന് സർവശക്തനായ ദൈവമാണ്, അവിടുത്തേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ലാസറിന്റെ കുഴികമാടത്തിൽ നിന്നുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന വചനത്താൽ വാക്കിനാൽ ലാസറിന് ജീവൻ കൊടുത്തവൻ. പ്രിയപ്പെട്ടവരെ, ആ നായിനിലെ വിധവയുടെ മകനെ എഴുന്നേൽപ്പിച്ചവൻ, ബാലനെ എഴുന്നേൽക്കുക, യുവാവെ എഴുന്നേൽക്കുക എന്ന വചനത്താൽ തന്റെ വാക്കിനാൽ ജീവൻ കൊടുത്തവൻ. അവൻ അസാധ്യമായി ഒന്നുമില്ല. വിശ്വസിക്കാം. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. യേശുവേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. ബോധ്യത്തോടെ അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ. അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും, ആമേൻ. ഒരു വാക്കു നീ പറഞ്ഞ. ആമേൻ. നിന്നിരവുകളും മാറും, യേശുവേ, ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ജീവിതം മാറും, ഒരു വാക്കു നീ പറഞ്ഞ. നിന്നിരവുകളും മാറും, ഒരു വാക്കു നീ പറഞ്ഞാൽ. സന്തോഷത്തോടെ നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം. ആനന്ദിച്ച്. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ, നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. യേശുവേ, നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി,
ഉയർത്തിയടിക്കാമോ? എനിക്കത് മതിയേ, ആനന്ദിച്ച് ഒരു വാക്കുമതി, എനിക്കത് മതി, ഒരു വാക്കുമതി, എനിക്കത് മതിയേ, ഒരു വാക്കുമതി, എനിക്കത് മതി. സകലരും സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ മാറുന്നവരാണ് മനുഷ്യർ. മാറും, മാറ്റമില്ലാത്തവൻ അവൻ മാത്രം. അവനെ പോലെ ശ്രേഷ്ഠനായി ആരുമില്ല. യെശയ്യാ 61 നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ബന്ധിതരോട് സുവിശേഷം പ്രസംഗിക്കാൻ, അന്തർക്ക് കാഴ്ച നൽകാൻ, കർത്താവിൻ്റെ പുതുവത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ കണ്ണീരപ്പാൻ, നിന്റെ ശാപം മാറ്റാൻ, നിന്റെ പാപത്തിൽ നിന്നെ വിടിവിക്കാൻ യേശുവിൻ്റെ ശക്തി, അവൻ്റെ വചനം മതി. ചേർന്ന് ആരാധിക്കാം. എനിക്കു പുകഴാനാരും ഈ ഭൂമിയിലില്ലേ, സ്തോത്രം. യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും, ആമേൻ. ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും, ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ നിരാശകൾ മാറും, ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും, ഒരു വാക്കു നീ പറഞ്ഞാൽ. ആനന്ദിച്ച് നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും, നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി, കരങ്ങൾ ഉയർത്തിയടിക്കാം. എനിക്കത് മതിയേ, ഒരു വാക്കുമതി, എനിക്കത് മതി, ഒരു വാക്കുമതി, എനിക്കത് മതിയേ, യേശുവേ, ഒരു വാക്കുമതി, എനിക്കത് മതി. എന്റെ പൂരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, യേശുവേ. എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. നിന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിരപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി, എനിക്കത് മതിയേ, ഒരു വാക്കുമതി, എനിക്കത് മതി, ഒരു വാക്കുമതി, യേശുവേ, എനിക്കത് മതി, സ്തോത്രം. ഒരു വാക്കുമതി, എനിക്കത് മതി, ഒരു വാക്കുമതി, യേശുവേ, എനിക്കത് മതി, ഒരു വാക്കുമതി, എനിക്കത് മതി. ആമേൻ, ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ, 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 ആനന്ദിച്ച് ആനന്ദിച്ച് ദൈവിക വിടുതൽ നിറയുന്നു, രോഗികൾ എഴുന്നേൽക്കുന്നു, തകർച്ചകൾ മാറുന്നു, കർത്താവിന്റെ ശക്തി അതിന്റെ ശരീരത്തിൽ നിറയുന്നു, അത്ഭുത വിടുതൽ നിറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ വചനം അയച്ച് കർത്താവ് വൈറസുകളെ ശാസിക്കുന്നു, രോഗപീഠകളെ അകറ്റുന്നു. ആരാധന, ആരാധന, ആരാധന. രണ്ട് കരങ്ങളെയും ഉയർത്തി കുടുംബമായി ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നുകൊണ്ട് യേശുവിനെ വിളിക്കുക. അവന്റെ വചനം ഇതാ കടന്നു വരുന്നു, അവന്റെ ശക്തി ഇതാ നിറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ തകർന്നവരുടെ മേൽ, എല്ലാ ഭയപ്പെട്ടിരിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ വചനം അയക്കുന്നു, തന്റെ ശക്തി അയക്കുന്നു, തന്റെ കൃപ നിറയ്ക്കുന്നു. ആരാധന, 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 ഹൃദയത്തെ ശാന്തമാക്കി കണ്ണുകൾ അടച്ചൊരു നിമിഷം വെളിപ്പെട്ടു വന്ന കർത്താവിൻ്റെ സാന്നിധ്യത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച്, കർത്താവ് ഒരു വാക്ക് മതി. ഒന്ന് നിങ്ങളുടെ അതരങ്ങൾ തുറന്ന് അടുത്ത് നിൽക്കുന്ന നിന്റെ കർത്താവിനോടൊന്ന് പറയാമോ? കർത്താവേ, ഒരു വാക്ക്, ഒരു വാക്ക് ഈ സമയങ്ങളിൽ എന്നോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ പ്രതിസന്ധിയെ നോക്കി അവിടുന്ന് കൽപ്പിക്കണമേ, പറയണമേ.
ഒരു വാക്കുമതി, ഒരു വാക്കുമതി, ഒരു വാക്കുമതി, എനിക്കതു മതിയേ, ഒരു വാക്കുമതി, എനിക്കതു മതിയേ, യേശുവേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ, ഒരു വാക്കുമതി.